ചില തിരിച്ചുവരവുകൾക്കൊരു ഭംഗിയുണ്ട്. എത്ര അടിച്ചമർത്തിയാലും തല്ലിക്കൊന്നാലും തൂക്കിയെറിഞ്ഞാലും വീണ്ടും ചിരിച്ചുകൊണ്ട് പടി കയറി വരിക. അങ്ങനെ വരാനായി ഈ പാർലമെൻറ്റിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഒരു എം പിയാണ് മെഹുവ മൊയ്ത്ര. പശ്ചിമ ബംഗാളിൽ നിന്ന് കൃഷ്ണനഗർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 1,00,000 മേൽ വോട്ടോടുകൂടി വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ അതൊരു മധുര പ്രതികാരത്തിൻ്റെ കൂടി കഥയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ വളരെ കുലങ്കുഷമായ ചർച്ചകൾ, വിമർശനങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. നെഹ്റുവിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, പിന്നീടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വാജ്പേയിയുടെ കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മാൻഷിപ്പിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ചർച്ച നടന്നിട്ടുണ്ട്. എന്നാൽ പാർലമെൻറ്റിൽ ചർച്ച നടത്തുമ്പോൾ ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതിന് പോലും സർക്കുലർ ഇറക്കിയ ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നാം എത്രയോ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കള്ളൻ എന്ന് പറഞ്ഞുകൂടാ, അഴിമതി എന്ന് ഉപയോഗിച്ചുകൂടാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ചർച്ചയിൽ ആ വാക്കുകൾ വന്നാൽ ആ ചർച്ച തന്നെ ഡിലീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ആ വാക്കുകൾ നീക്കം ചെയ്യും. വിമർശനത്തോടൊക്കെ എന്ത് നിലപാടായിരുന്നു! ആ പാർലമെൻറ്റിൽ CAA മുതൽ പല സന്ദർഭങ്ങളിലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എങ്ങനെ പൊട്ടിത്തെറിക്കുന്നോ അതിനേക്കാൾ വിവേകത്തോടെ കൃത്യതയോടെ പൊട്ടിത്തെറിച്ചൊരാളായിരുന്നു മെഹുവ മൊയ്ത്ര. മനോഹരമായ ഇംഗ്ലീഷ് പ്രഭാഷണം, കുറിക്കുകൊള്ളുന്ന മറുപടികൾ, കത്തിപ്പടരുന്ന ശൈലി, ഇതൊക്കെ തന്നെയും ഭരിക്കുന്ന സർക്കാരിനെ അസ്വസ്ഥമാക്കി. അസമിലെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളിയായി ജീവിച്ച അച്ഛൻ്റെ മകളാണ് മെഹുവ മൊയ്ത്ര. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തേയിലത്തോട്ടത്തിൽ മനുഷ്യരെ വിഷസർപ്പങ്ങളും വിഷപ്പാമ്പുകളും ഏറ്റ് കടിക്കുന്നത് അവൾ ബാല്യത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാവണം അത്തരത്തിലുള്ള പാമ്പിൻ കടി ഏറ്റിട്ടും വീണ്ടും വീറോടെ പോരാടിയത്. ഒടുവിൽ പുള്ളി തൊട്ടു സർക്കാർ, അവളെ പുറത്താക്കിയേ മതിയാവൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട എന്തോ വിഷയത്തിൽ അവരുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട്, അഥവാ ഈ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു വിൻഡോ, അത് UPയിൽ എന്തോ പാസ്വേഡിൽ വെച്ച് അത് തുറന്നു എന്നാണ് പറയുന്നത്. ആ വിവരങ്ങൾ നൽകിയത് അവരുടെ ഭർത്താവ്, മുൻ ഭർത്താവാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരുപാട് വ്യക്തിയാധിക്ഷേപം നടത്തി. പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യം മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്തിനാണ് തൻ്റെ സഹപ്രവർത്തകയായ ആ പാർലമെൻറ്റിൽ ഇരിക്കുന്ന മറ്റൊരംഗത്തെ വ്യക്തിയാധിക്ഷേപം നടത്തുന്നത്? അവർ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്നോ? എങ്കിൽ പോലും അത്രയും വലിയൊരു സംവിധാനം എന്തിനവർക്കെതിരെ പ്രവർത്തിക്കണം? പക്ഷേ പ്രവർത്തിച്ചു എന്ന് മാത്രവുമല്ല, ഇത്തരം ആരോപണങ്ങൾ സാധാരണ പ്രിവിലേജ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന അത്തരം കമ്മിറ്റികൾക്കാണ് വിടേണ്ടതെങ്കിൽ ഇത് മൃഗീയ ഭൂരിപക്ഷമുള്ള എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ട് അവരുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ ഒരു പക തീർക്കുന്നത് പോലെ. ഇനി പാർലമെൻറ്റ് കാണിക്കില്ല എന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി പശ്ചിമ ബംഗാളിൽ എല്ലാ സംഗതികളും ഒഴുക്കി, വേണ്ടത്ര പണം, രാജകുടുംബത്തിൽ നിന്നുള്ള അംഗം, ബാക്കിയുള്ള എല്ലാ മൊബിലൈസേഷനും സെറ്റ് ചെയ്തു. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ ഒരു മെഹുവ മൊയ്ത്രയെ ഒതുക്കുന്നതിന് എന്ത് പാടാണെന്നാണ് കരുതിയത്. പക്ഷേ എല്ലാത്തിനെയും അതിജീവിച്ച് ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾക്ക് അവർ അവിടെ നിന്ന് വിജയിച്ചു. അവർ പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ അതൊരു കാലത്തിൻ്റെ കണക്ക് തീർക്കലാണ്. അതുകൊണ്ടാണ് മെഹുവ മൊയ്ത്ര പിന്നിലായെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് മനുഷ്യർ അയ്യോ എന്ന് പറഞ്ഞതും ഇപ്പോൾ അവൾ MP ആയി മടങ്ങി വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്നതും.